ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഇന്ന السمع والبصر, തീർച്ചയായും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ്, നിങ്ങളുടെ ചിന്തകളും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ ഗാഡ്ജറ്റിൽ എന്താ നിങ്ങൾ നോക്കുന്നത്? എന്താ നിങ്ങൾ കൂടുതൽ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഇതൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. സ്വഹാബികൾ പേടിച്ചു പോയി. പറയുന്നിടത്തൊക്കെ കേൾവി എന്നാണ് അള്ളാഹു ആദ്യം പറയാ, പിന്നെയാണ് കാഴ്ചയെ പറ്റി പറയാ. അതിൻ്റെ രഹസ്യമുണ്ട്. ആർക്കെങ്കിലും അറിയോ ഉത്തരം? അറിയോ? ഒന്ന് കൈപ്പൊക്കിയട്ടെ. എന്തുകൊണ്ട് കേൾവി ആദ്യം, എന്തുകൊണ്ട് കാഴ്ച പിന്നെ? കോയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൂടെ എല്ലാ ആളാണ്. കോയ പഠിക്കുന്നുണ്ട്, വെറുതെ ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോയ. അപ്പോൾ ഫജൽ ബേപ്പൂരുകാരനാ. കോയക്ക് ഉത്തരം അറിയില്ല. ലാസ്റ്റ് ഞാൻ ചോദിക്കാം, ആരും ഇല്ലെങ്കിലേ. കോയക്കാർ എന്തായാലും 500 രൂപ സമ്മാനം കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട്? എങ്ങനെ? ആദ്യം കേൾവിയാണ് നടക്കുന്നത്. എവിടെ? ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് കാഴ്ച ശക്തി കിട്ടുന്നതിൻ്റെ മുമ്പേ കേൾവി ശക്തി കിട്ടുന്നുണ്ട്. എൻ്റെ പേരെന്താ? മോൻക അല്ലേ? പൊങ്ങല്ലൂർ മോൻകയാണ് പറഞ്ഞത്. അപ്പോൾ സമ്മാനം കൊടുക്കണം. പോയ ഉണ്ടോ? ഷാഫിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതന്നെ അതിൻ്റെ ഉത്തരം. കാഴ്ച ശക്തി നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് കേൾവി ശക്തി വർക്ക് ചെയ്യാൻ തുടങ്ങും. കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കണ്ണു ചിമ്മി കിടക്കുക, കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഉമ്മ ഖുർആൻ ഓതുന്നത് കുട്ടിക്ക് കേൾക്കാൻ പറ്റും. ഉമ്മ പാട്ട് പാടുകയാണെങ്കിൽ അത് കേൾക്കാൻ പറ്റും. ശബ്ദം എന്തായാലും, മ്യൂസിക് ആണെങ്കിലും പാട്ടാണെങ്കിലും സിനിമയാണെങ്കിലും കുട്ടിക്ക് കേൾക്കാൻ പറ്റുമെന്ന്. ഗർഭാശയത്തിലെ കുട്ടിക്ക് ചെവി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗർഭാശയത്തിൽ മക്കളുള്ള സമയത്ത് കുട്ടികളെയും ചുമന്ന് നടക്കുമ്പോൾ കൂടുതൽ ഖുർആനും ദിക്റുകളും നിങ്ങൾ ഓതയണമേ എന്ന് പറയാൻ. കാരണം അതൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും. മോൻക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ. വെരി 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 ബിസ്മില്ലാ. മാഷാ അല്ലാഹ്. സിമാമക്കൻ്റെ ചെറിയ മക്കളെ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഞാൻ എൻ്റെ അടുത്ത് ഇവിടുത്തെ പൈസ ഇല്ല, അവിടെ ദുബൈത്തെ പൈസ കയ്യിൽ കൊണ്ട് അതുള്ളൂ പൈസയിലുള്ളത്. നാളെ രാത്രി പോകും വേണം അങ്ങോട്ട് തന്നെ. അപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട്, അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കട്ടോ. ഞാൻ പേടിക്കണ്ട, അത് എൻ്റെ അക്കൗണ്ടിലാണ്. മാഷാ അല്ലാഹ്. പോയാ സമ്മാനം പോയിട്ടാ, മൂപ്പർക്ക് പോയി. അടുത്ത ചോദ്യത്തിന് കാത്തിരിക്കാം. അപ്പോൾ സമഅ് നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ കാഴ്ചയും കേൾവിയും എന്ന് പറയുന്നിടത്തൊക്കെ ആദ്യം കേൾവിയ പറയാം. കുട്ടിക്ക് കേൾക്കാൻ പറ്റും. കുട്ടി ഭൂമിയിലേക്ക് വന്ന് ഏതാനും സെക്കൻഡുകൾ എടുക്കും കണ്ണു തുറക്കാൻ, പക്ഷെ ചെവി കേൾക്കും. ഉടനെ വാങ്ങുകൊടുക്കാൻ പറഞ്ഞു അല്ലേ? വാങ്ങുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും. മെല്ലെ കൊടുക്കണം, ഉറക്കെ കൊടുക്കരുതേ. പള്ളിയിൽ നിന്ന് കൊടുക്കണമാർ കൊടുത്താൽ കുട്ടീൻ്റെ ചെവി പൊട്ടും. മെല്ലെ കൊടുക്കാൻ പാടുള്ളൂ. എന്തേ? കുട്ടിയുടെ ചെവി കേൾക്കുന്നുണ്ട്. പിന്നെ കുട്ടി കണ്ണു തുറന്നാൽ ഉമ്മയുടെ നെഞ്ചകമാ, ഉമ്മയുടെ മുഖമാണ് കുട്ടി കാണുക. അതിലും വലിയ കാഴ്ചയുള്ളത് എന്താ? ഉമ്മയല്ല, ഉമ്മയുടെ മുഖമല്ലാതെ എന്താ ലോകത്ത് പിന്നെ കാണാനുള്ളത്? പിന്നെ ഒരു നല്ല മനുഷ്യന്റെ കൈകൊണ്ട് എന്ത് ചെയ്യണം? മധുരം കൊടുക്കണം. കുട്ടിക്ക് തഹ്നീക്ക് ചെയ്യണം. അപ്പൊ നല്ലൊരു ഭക്ഷണം വായിലേക്ക് കടന്നു. കണ്ടത് ഉമ്മയെയാണ്, കേട്ടത് അല്ലാഹു അക്ബറാണ്. വാങ്ങു ഇക്കാമത്തും കൊടുക്കും. പിന്നെ മരിച്ചാൽ പിന്നെ നിസ്കാരം. അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന് വാങ്ങു ഇക്കാമത്തുമില്ല. അത് ജനിച്ചപ്പോഴേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് വാങ്ങു ഇക്കാമത്തും. പിന്നെ മരിച്ചു ജനാസ നിസ്കരിച്ചാൽ മതി. അല്ലാഹു അക്ബർ. നമ്മളെ വാങ്ങു ഇക്കാമത്തൊക്കെ കൊടുത്തിട്ടാണ് പോയി നമ്മളീ നടക്കുന്നത്. ഇനി വാങ്ങു ഇക്കാമത്ത് പോലും കൊടുക്കാൻ നേരം ഉണ്ടാവില്ല. നേരെ നിസ്കരിക്കലായിരിക്കും, മറവ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആ ദിവസം നമുക്കൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാക്കി തരട്ടെ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം പറയുകയാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി
فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا. മനുഷ്യന് നാം രണ്ട് വഴികളാണ് തുറന്നു കൊടുത്തത്. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന അർത്ഥമുള്ള സൂറത്താണത്. സൂറത്തുൽ ഇൻസാൻ 2-ാമത്തെ 3-ാമത്തെ ആയത്ത്. മനുഷ്യനെ നാം കേൾവിയും കാഴ്ചയും കൊടുത്തുകൊണ്ട് മനുഷ്യനെ നാം പരീക്ഷിക്കുകയാണ്. അവന് കാര്യങ്ങൾ കാണാൻ കഴിയും, കാര്യങ്ങൾ കേൾക്കാൻ കഴിയും. കേൾക്കുന്നതും കാണുന്നതും അവൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതാണ് അവൻ്റെ ചിന്തകളായി മാറുന്നത്, അതാണ് അവൻ്റെ കർമ്മങ്ങളായി മാറുന്നത്. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ കേൾവിയും കാഴ്ചയും വേണം. അള്ളാഹു നമുക്കത് രണ്ടും, എല്ലാ ഹവാസുകളും മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നവർക്ക് റബ്ബേ ശിഫ കൊടുക്കണേ, കാഴ്ച തിരിച്ചു കൊടുക്കണേ റബ്ബേ. അതുകൊണ്ടാണ് ആരുടെയെങ്കിലും ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ, രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് കാഴ്ചയാണ്, രണ്ട് കണ്ണുകളാണ്. ആ രണ്ട് കണ്ണുകൾ അല്ലാഹു തആല തിരിച്ചെടുക്കുകയോ, ഷുഗർ കാരണം, അസുഖം കാരണം കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയാൽ, കണ്ണ് കാണാതെയായി പോയാൽ, എന്തെങ്കിലും അപകടം സംഭവിച്ച് കണ്ണിൻ്റെ കാഴ്ച പോവുകയും ഒരു മനുഷ്യൻ അതിനെ ക്ഷമിക്കുകയും ചെയ്താൽ, അത് എളുപ്പമാണോ? വലിയ വിഷമല്ലേ? കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ, ജനിച്ചപ്പോഴേ അഅമയാണ്, കണ്ണു കാണാത്ത ആളാണ്, അക്മ. അങ്ങനത്തെ ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ ഗൗരവം അവർക്ക് അറിഞ്ഞില്ലല്ലോ. എന്താണ് കളർ, ഏതാണ് വൈറ്റും ഏതാണ് ബ്ലാക്ക്, ഏതാണ് പർപ്പിള്, ഏതാണ് പിന്നെ റെഡ്, ഇതൊക്കെ ബ്ലൂ, ഇത് കളറുകൾ കണ്ട ആളുകളല്ലേ. ഒരു കാലം, ഒരു സമയം വരുമ്പോൾ എല്ലാം ഇരുട്ടിലേക്ക് മാറുമ്പോൾ സഹിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട്, അള്ളാഹു ചെയ്യുന്ന ആ ഒരു പരീക്ഷണത്തോട് ഒരാൾ ക്ഷമിക്കുകയും, പടച്ചവനെ നീ തന്നത് നീ കൊണ്ടുപോയി റബ്ബേ, എനിക്ക് കുഴപ്പമില്ല, നീ തിരിച്ചു തരണേ എന്ന് ഞാൻ നിന്നോട് ദ്വാരക്കാണ്, എനിക്ക് തരണം, പക്ഷെ നീ കൊണ്ടുപോയതിൽ എനിക്ക് വിഷമില്ല റബ്ബേ എന്ന് പറഞ്ഞാൽ ആ കാഴ്ചശക്തി പോയവർക്ക് പകരം സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം ഉറപ്പാണ്. അത്ര വലിയ നിഅമത്താണത് കാഴ്ച എന്ന് പറയുന്നത്. കേൾവിയും. ഇന്ന് നമ്മുടെ മക്കള് മൊബൈൽ ഫോൺ ഇല്ലാത്തവര് കൈപൊക്കിയാട്ടെ, ഇവിടെ ഇരിക്കുന്നവരില് മൊബൈൽ ഫോൺ ഇല്ല ആരുല്ലേ? ഒരു മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ തരാന്ന് പറഞ്ഞാൽ കൈ പൊക്കും ചിലപ്പോൾ അല്ലേ. കാര്യത്ത് പറയുന്ന എല്ലാവരുടെ കയ്യിലുണ്ട്. മോൻ്റെ കയ്യിലൊക്കെ ഉണ്ടോ? കുട്ടി ബാക്കിൽ, തങ്ങൾ പാപ്പാൻ്റെ ബാക്കിൽ ഇരിക്കുന്ന കുട്ടി ചോപ്പുപ്പായിട്ട് എൻ്റെ അടുത്തുണ്ടോ? നീ എന്താ കൈ പൊക്കാൻ? ഞാൻ ഓൻ തിരിഞ്ഞിട്ടില്ല, എന്താ ചോദിച്ചിരുന്നില്ലേ? അപ്പോൾ ആ മോൻ്റെ കയ്യിലില്ല. പടച്ചോനെ, 4 വയസ്സായിട്ടുണ്ടാവും അല്ലേ അവന്? എത്ര വയസ്സ്? 4 വയസ്സ്. മോൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 കുട്ടികളൊക്കെ ഉള്ളത് ഇവിടെ ഇല്ലാത്തവര്. സുബ്ഹാന ജല്ല ജലാലുഹു. നമ്മൾ അള്ളാഹു തന്ന നിഅമത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്ന സാധനം എന്താ അറിയോ? നമ്മുടെ കണ്ണല്ലേ. കണ്ണാണ് ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന, കണ്ണാണ്. പിന്നെ കാഴ്ചയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയം ആലോചിച്ച് നോക്കുക. ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം മിനിറ്റുകൾ നോക്കിയാൽ നമ്മുടെ സ്ക്രീൻ ടൈം കാണാൻ പറ്റും. സ്ക്രീൻ ടൈം എത്രയാണെന്ന്. അപ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ, 4 മണിക്കൂർ, 8 മണിക്കൂർ, പിന്നെ ഭ്രാന്ത് പിടിച്ചാൽ 12 മണിക്കൂറൊക്കെ ഉണ്ടാവും, അത് വേറെ വിഷയം. ഈ സമയം അത്രയും മനുഷ്യൻ ചെലവഴിക്കുന്നത് അതിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ എങ്കിൽ നിഅമ വദാക്, വളരെ നല്ലതന്നെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമ്മിൽ എഴുതപ്പെടുന്നത് തിന്മകളാണ്. ആലോചിച്ച് നോക്കി. നിങ്ങളിങ്ങനെ സിനിമ കാണാനാണ് ഉപയോഗിക്കുന്നത്, വെറുതെ ഏതെങ്കിലും മോശപ്പെട്ട വീഡിയോ കാണാനാണ്, അത്തരം കാര്യങ്ങൾ വായിക്കാനാണ്, പിന്നെ കുറേ ഈബത്തും നമീമത്തും അതിൻ്റെ കുറേ ബുക്കുകളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇതൊക്കെയാണ് പരിപാടിയെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ തിന്മയുടെ ഭാരം, എത്ര കൂടുന്നുണ്ട് മുഅ്മിനീങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഫജഅൽനാഹു സമീഅൻ ബസ്വീറാ, നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും തന്നു ഞാൻ. ആ കാഴ്ചയും കേൾവിയും നിങ്ങളുടെ ചിന്തകളായി മാറേണ്ടതാണ്. അതുകൊണ്ടാണ് നല്ലത് കാണണം, നല്ലതേ കേൾക്കാവൂ എന്ന് പറയാൻ കാരണം നന്മയും തിന്മയും മനുഷ്യന്റെ ജന്മന അള്ളാഹു നമ്മിൽ വെച്ചിട്ടുള്ള വിഷയമാണ്. നന്മയും തിന്മയും വേർതിരിക്കാനുള്ള ഒരു ഫാക്കൽറ്റി മനുഷ്യന്റെ ജന്മത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ശറഅ് അതിനെ പരിപോഷിപ്പിക്കുക ചെയ്തത്.
ഒരാളെ ഒരു കുട്ടിക്ക് അറിയാം മറ്റവൻ അടിച്ചത് തെറ്റാണ്, അതുകൊണ്ട് നീ അടിച്ചോ, ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറയും ചെറിയ കുട്ടി അല്ലേ. എന്തുകൊണ്ട്? അടിച്ചത് തെറ്റാണെന്ന് കുട്ടിക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? അത് ജന്മന അള്ളാഹു ചെയ്തതാണ്. തെറ്റും ശരിയും നന്മയും തിന്മയും അള്ളാഹു ജന്മന മനുഷ്യന്, ഏത് മനുഷ്യനും, മുസ്ലിമാവട്ടെ അല്ലാതിരിക്കട്ടെ, പക്ഷേ ശരീഅത്തുൽ ഇസ്ലാം ആ ഫിത്റത്തിനെ അല്ലാഹു തആല ഊതിക്കാച്ചിയെടുത്ത് പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാ ഹദൈനാഹുസ് സബീൽ, മനുഷ്യന് നാം രണ്ട് മാർഗങ്ങൾ അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. ഒന്ന് നന്ദിയുടെ വഴിയാണ്, അൽഹംദുലില്ലാ എന്ന് പറയുന്ന വഴി. എന്തിനും അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ. ഒന്ന് കഫൂറാ, നന്ദി നിഷേധത്തിന്റെ വഴിയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതേ ചെയ്യുന്നുള്ളൂ. അള്ളാഹുവിനെ നിസ്കരിക്കാറില്ല, സുജൂദ് ചെയ്യാറില്ല, ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാറില്ല, അവിടുത്തെ ചര്യകൾ പിന്തുടരാറില്ല. അങ്ങനത്തെ ഒരു വഴി. ഒന്ന് പിന്തുടരുന്ന വഴി, നന്മയുടെ വഴി, സജ്ജനങ്ങളുടെ വഴി, അംബിയാഇന്റെ വഴി, ശുക്രിന്റെ വഴി. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി പറയുന്നവർ വളരെ കുറച്ചാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോഴേ ഒരാൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ, അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ. ഉമർ തങ്ങൾ വടി ഉയർത്തി, എന്ത് ദുആടോ നീ ദ്വാരക്കണത്? ഇതുവരെ ആരും ദ്വാരക്കാത്തൊരു ദുആ. അപ്പൊ അതിനർത്ഥം എന്താ? പടച്ചവനെ, ആ ചെറിയ വിഭാഗത്തിൽ എന്നെ പെടുത്തേണമേ, ആ ചെറിയ വിഭാഗത്തിൽ എന്നെ ഏത് ചെറിയ വിഭാഗം? ഉമർ തങ്ങൾ പറഞ്ഞു, എന്താ നീ ചോദിക്കണത് എന്ന് പറയും. അപ്പൊ പറഞ്ഞു, ഉമറേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാ ആമന ബിഹി ഇല്ലാ ഖലീൽ, നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചത് വളരെ കുറച്ചാളുകളെ ഉള്ളൂ, ഈമാനുള്ളവരെ. അപ്പൊ ആ കുറച്ചാൾക്കല്ലേ ഈമാനുള്ളൂ. അങ്ങനെ ഈമാനുള്ള ആ കുറച്ചിൽ എന്നെയും പെടുത്തണേ പടച്ചോനെ, അതാ ഞാൻ ചോദിച്ചത്. പിന്നെ പറഞ്ഞു, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചാണ്. ഫോട്ടോ എടുക്കുന്നുണ്ടോ? എല്ലാവരും ചിരിച്ചെന്നോളി. മാഷാ അല്ലാഹ്, തമാശക്ക് പറഞ്ഞതാ. ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ചിരിച്ചെന്ന് പോകേണ്ടി വരും. ഫോട്ടോ വരുമ്പോഴെങ്കിലും ടിക്കറ്റ് കിട്ടുമ്പോൾ കരയേണ്ടി വരും. വമാ ആമന ബിഹി ഇല്ലാ ഖലീൽ. എല്ലാവരും നീറ്റല്ല ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാഷാ അല്ലാഹ്. ഫോട്ടോ എടുക്കുന്നതിന് ഇപ്പോൾ എന്താണെന്നറിയ നിങ്ങൾ, ഇതൊരു ഒരു ചര്യയായി മാറി. ഇനി എന്ത് പറഞ്ഞാൽ മൂലർക്ക് പിരാന്തിനെ പറയുള്ളൂ. ഇപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഫോട്ടോ നോട്ടീസിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് പാർട്ട് ഓഫ് ദ ലൈഫ്. അങ്ങനെ ആയിക്കഴിഞ്ഞു അല്ലേ. ഞാൻ കുറ്റം പറയല്ലേ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഐ എം നോട്ട് എംബാരസിങ് എനിവൺ. പക്ഷേ അതിൻ്റെ രീതി എങ്ങനെയാണ്? അതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ അത് വേണ്ട, അതിൻ്റെ ആവശ്യമുണ്ടോ, അത്യാവശ്യത്തിനൊക്കെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിരുന്നൊരു സംഭവം അതൊക്കെ മാറിപ്പോൾ അണങ്ങിയെടുക്കുക. ഹറമിൻ്റെ മുമ്പിൽ വരെ സെൽഫി അല്ലേ, എന്താ ചെയ്യുക? പറഞ്ഞു കൊടുത്താൽ കേൾക്കൂല. അത് അത്ര വലിയൊരു സംഗതി അല്ല, അതൊരു അസുഖമാണിപ്പോൾ. ഇങ്ങനെ സെൽഫി എടുത്ത് അവനവൻ്റെ സ്റ്റാറ്റസ് വെക്കുക, ഇതൊക്കെ ഒരു സ്റ്റാറ്റസ് അസുഖം എന്നാണ് പറയുന്നത്. അതൊരു അസുഖമാണ്. ആ സ്റ്റാറ്റസ് ആരും നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടക്കാരൻ. ഞാൻ ഈ നോക്കിയിട്ടില്ലല്ലോ, എനിക്കറിയാം, കൽപ്പിച്ചുകൂട്ടി നോക്കാൻ തന്നതാ എൻ്റെ സ്റ്റാറ്റസ്. അങ്ങനെ ഓള് വെക്കും, ഓന് വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാറ്റസ് വെച്ചിട്ട് ഇടങ്ങേറാവുക. രാവിലെ ഇത് വെക്കും, വൈകുന്നേരവോളം നോക്കുക ആരൊക്കെ നോക്കിയെന്ന്. യാ അല്ലാഹ്, ഇതിന് പിരാന്ത് എന്നല്ല എന്താ പറയുക? നമ്മളെ അറിയപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊരു അസുഖമാണ്, പാടില്ല എന്നാണ് പറഞ്ഞത്.